വെൽക്കം ടു Capital Plus. It's me, Sri. ക്യാപിറ്റൽ. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ഫണ്ടാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഓപ്പറേഷൻസിനും പർച്ചേസിനും ഒക്കെ കൂടിയിട്ട് ഓണേഴ്സ് തന്നെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈബിലിറ്റിയാണ്. ഓണർ കമ്പനിയും രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ ഓണർ കമ്പനിയിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താലും അതൊരു ലൈബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് ആണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്: ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. എന്താണ് ഓൺഡ് ഫണ്ട്? ഇപ്പോൾ ഓണർ തന്നെ അവരുടെ സ്വന്തം സേവിങ്സിൽ നിന്ന് നമ്മൾ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺഡ് ഫണ്ട് എന്ന് പറയാം. അതൊരു പെർമനന്റ് ക്യാപിറ്റൽ, ഒരു ഫിക്സഡ് റീപേയ്മെന്റ് ഷെഡ്യൂൾ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബോറോഡ് ക്യാപിറ്റൽ അങ്ങനെയാണോ? അല്ല. ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓണർ അല്ലാതെ ഒരു എക്സ്റ്റേണൽ പാർട്ടീസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ലോൺ എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറയും. ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി ക്യാപിറ്റൽ അറേഞ്ച്മെന്റ് ആണ്. നമുക്കൊരു ഫിക്സഡ് റീപേയ്മെന്റ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ നോർമൽ ലോൺ എടുക്കുന്ന പോലെ തന്നെയാണ്. ഒരു 5 years, 8 years, 10 years അങ്ങനെ ഒരു റീപേയ്മെന്റ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ചേർത്തായിരിക്കും തിരിച്ചടയ്ക്കുന്നത്. ക്യാപിറ്റൽ ക്ലിയർ ആണ്. നമ്മൾ ഓണേഴ്സ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. അത് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്: ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ക്യാപിറ്റൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേം കൂടെ ഉണ്ട്: ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ ഓണറാണ്. ഞാനിപ്പോൾ ഒരു 1 lakh ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് നമ്മുടെ കമ്പനി സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റലായിട്ട് 1 lakh ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ അതേ സമയത്ത് എനിക്കൊരു പേഴ്സണൽ നീഡ് വന്നു, ഞാനൊരു 20,000 വിഡ്രോ ചെയ്തെടുത്തു. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ എന്താണ്? 1 lakh നിന്ന് 80,000 ആയിട്ട് കുറയും. ഈ 20,000 നമ്മൾ ഡ്രോയിങ്സ് ആയിരിക്കും അക്കൗണ്ട് ചെയ്യുന്നത്. ഈ ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും നമ്മൾ ക്യാപിറ്റൽ കീപ്പ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.